ഇപ്പോൾ നമ്മളുള്ളത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിലാണ്. ഇതിപ്പോൾ ഗേറ്റ് ഓഫ് ഇന്ത്യ ആണ് ഈ കാണുന്നത്. ഇതിൽ എന്തോ ചെറിയ റിപ്പയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇരുമ്പിൻ്റെ ഈ ഇത് പണികൾക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു ചെറിയ ഇതാണ് കാണാൻ. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതാണ് താജ് ഹോട്ടൽ. ഇതതിൻ്റെ കൂട്ടത്തിലുള്ള തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഹോട്ടലാണ്. രണ്ടും ഒന്ന് തന്നെ. ആദ്യം അതാണ് ഉണ്ടായിരുന്നത്. ഇതിലും അജ്മൽ കസബിൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് ഒരാഴ്ചയും കണ്ട് ഹെലികോപ്റ്ററിൽ തൂങ്ങിയിറങ്ങി ഫയർ ചെയ്ത് തീവ്രവാദികളെ ഇത് ഒരുപാട് കത്തിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരു വർഷത്തോളം അടച്ചിട്ടിരുന്നു. പിന്നെ അപ്പോൾ ആ ഹോട്ടലാണിത്. ഇത് ബോംബെയുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അത് ബോംബെ വീട്ടിൽ നിന്ന് കുറച്ച് ഞങ്ങളൊക്കെ വീട്ടിൽ ഇറങ്ങിയിട്ട് പണ്ട് നടന്നാൽ വരിക. ബോംബെയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് 80-81 കാലഘട്ടങ്ങളിലൊക്കെ നടന്നു വരുമായിരുന്നു. ഇതാണ് കാഴ്ച. ഇവിടുന്ന് ഒരു 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോട്ടിംഗ് ഉണ്ട്. എലിഫൻ്റ കേവ്സ് എന്ന് പറഞ്ഞിട്ട് അവിടേക്കുള്ള യാത്രയിലേക്കാണ് രാവിലെ. അപ്പം ഇതാണ് കാഴ്ചകൾ. ഇപ്പം തന്നെ രാവിലെ 9 മണിയാവുന്നേ ഉള്ളൂ. ജനം ഭയങ്കര തിരക്കാണ്. ഇത് സ്വാമി വിവേകാനന്ദൻ്റെയാണ് ഒരു പ്രതിമ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തൊക്കെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ബിൽഡിങ്ങുകൾ തന്നെ ഇവിടെ എല്ലാം ഉള്ളത്. കണ്ടോ, ഇതാണ്ടോ ആ ഗോപുരന്മാരെയൊക്കെ കാണുന്നത്. ഇതാ താജ്മഹൽ ഗ്രൂപ്പിൻ്റെ തന്നെ ഹോട്ടലാണിത്. ഇതും ടാറ്റ ഗ്രൂപ്പ്, രത്തൻ ടാറ്റയുടെ കാലത്തൊട്ട് പണിഞ്ഞാണെന്ന് തോന്നുന്നു. അച്ഛനാണോ എന്തോ. ഇതിനൊരു ചരിത്രമുണ്ട്, നമുക്കറിയില്ല അതെന്താണെന്ന്. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഭയങ്കര വെയിലും സൂര്യപ്രകാശവും തുടങ്ങി. ഇവിടുന്നാണ് ബോട്ടിങ്. ഇവിടുന്നാണ് ബോട്ടിങ് നടക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് കാഴ്ചകൾ. ഇതാണ് താജ് ഹോട്ടൽ. दोनों के अंदर निकाल दो. ये भी आना इधर पे. വീഡിയോ ആണ്. അപ്പൊ ഞാൻ അവിടെ ഒന്നും ചെയ്യണ്ട. എനിക്കൊരു വടി കിട്ടിയിട്ടുണ്ട്. അതന്നെ. അപ്പൊ നിങ്ങൾ ഹാഫ് ബാഗ് കിട്ടുന്നുള്ളേ? ഉണ്ട്. ഇനി ഇങ്ങോട്ട് ഇത് വന്നിട്ടില്ല. വരട്ടെ താജ്. ഇപ്പൊ താജ് വരട്ടെ. അല്ല താജല്ല, ഗേറ്റ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.